ചരിത്രത്തിൽ മാത്രം ജീവിക്കേണ്ടതില്ല. പക്ഷെ ചരിത്രം അറിഞ്ഞുകൊണ്ട് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നതാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം. എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി എനിക്കൊരു പുസ്തകം എഴുതാൻ പറ്റും. പക്ഷെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു എല്ലാ ആളുകൾ കേൾക്കുക അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് പറയുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ബിജുപാലിനെ സംബന്ധിച്ചിട്ടൊരു ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലാകട്ടെ, അതൊരു വരികൾ എഴുതുന്നതിനാവട്ടെ, എവിടെയോ ഒരു ഫ്ലേവർ എന്നും ബിജുപാലിൻ്റേത് എന്ന് പറഞ്ഞ് സിഗ്നേച്ചറായിട്ട് കിടക്കുന്ന ഒന്നുണ്ട്. രക്ഷാധികാരി വൈജുവിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ ഞാൻ എന്നിട്ട് ബിജുവേട്ടനോട് പറഞ്ഞു. അതിൽ ബിജു മേനോൻ, ദിലീഷ് പോത്തനെ കാണുമ്പം ആ. മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഒരു വയലിൻ എന്തോ ഒരു ബിറ്റ് വായിക്കുന്നുണ്ട്. അത് ആ സീക്വൻസിൽ മാത്രമേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് അവർ തമ്മിലുള്ള ഒരു കണക്റ്റാണ്. ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ പിന്നീട് വന്ന പിള്ളേരാണ്. പക്ഷെ ഇവർ തമ്മിൽ കുറേ കാലമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ കാണുന്നില്ല. നിൻമണിയറയിലെ ഇത് എപ്പോഴും ആ വരി ഞാൻ എടുത്ത് പറയാറുണ്ട് പാട്ട്. എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, അത് നിർമ്മലമാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ആൽക്കമി ഉണ്ട്, ഒരു രസതന്ത്രമുണ്ട് പുള്ളിയുടെ. ലക്നൗ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനൊരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള രസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞ് നമ്പർ തന്നു. എന്നിട്ട് പുള്ളി സംസാരിച്ച് കുറച്ച് സമയം കഴിയുമ്പം എനിക്ക് പോലീസ് പെർമിഷൻ വാട്സാപ്പിൽ പുള്ളി അയച്ചു തന്നു. ടെക്നോളജി നമ്മുടെ കയ്യിൽ വരുന്നു, നമ്മളല്ല ഇത് കണ്ടെത്തിയത്, നമ്മൾ എൻഡ് യൂസേഴ്സ് ആണ്, നമ്മൾക്കത് ഉപയോഗിച്ചാൽ മതി അല്ലേ. ഇപ്പം രാഗം എന്ന് പറയുന്ന കാര്യം പണ്ടാരൊക്കെ ഉണ്ടാക്കി, പക്ഷെ അത് എൻഡ് യൂസറാണ് നമ്മൾ. അപ്പോൾ അത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പൃഥ്വിരാജിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിലോട്ട് എങ്ങനെ എത്തി? ഇത് വളരെ ഒരു റാൻഡം ഡിസിഷൻ ആയിരുന്നു. അഗെയിൻ KSFDCയുടെ ഒരു ചിത്രം ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ ഓരോ തലത്തിലും വലിയ വലിയ ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അതിൻ്റെ താഴെയുള്ള പേരുകളാണ് അതിൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. അതിൽ പറയുമ്പം ഇങ്ങനെയുള്ള വിജിപാൽ, ഗോകുൽദാസ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ മനീഷ് 2 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഇലവിഴാപ്പൂഞ്ചിറയൊക്കെ ചെയ്ത ഒരു നല്ല സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാരുടെ പേരിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചൊരു വലിയ കാര്യം. പുറമേ കുടുംബചിത്രം എന്ന് പറയുമെങ്കിലും ആ പർപ്പസ് ഓഡിയൻ വായിച്ചെടുക്കുക എന്നുള്ളതാണ് സനോജിൻ്റെ ആഗ്രഹം അല്ലേ. അതുപോലെയാണ് എല്ലാ കലാസൃഷ്ടിയും. പർപ്പസ് ഇല്ലാത്തൊരു കലാസൃഷ്ടിയും ഉണ്ടാവേണ്ടതില്ല ശരി.